എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ പാറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ മൂഴിക്കുളം ദേശത്ത് ചാലക്കുടിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ ക്ഷേത്രമാണ് തിരുമൂഴിക്കുളം ശ്രീ ലക്ഷ്മണപ്പെരുമാൾ ക്ഷേത്രം. ലക്ഷ്മണ പ്രതിഷ്ഠയാണെങ്കിലും വിഗ്രഹം ചതുർബാഹുവും ശംഖചക്ര ഗദാ പത്മധാരിയുമായ മഹാവിഷ്ണുവിൻ്റേതാണ്. ഭാരതത്തിലെ 108 ദിവ്യദേശങ്ങളിൽ 13 ക്ഷേത്രങ്ങൾ മലയാള നാട്ടിലാണ്. അതിൽ ഒരു തിരുപ്പതിയാണ് തിരുമൂഴിക്കുളം ക്ഷേത്രം. ഈ 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ലക്ഷ്മണസ്വാമിയുടെ സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠ ഇവിടെ മാത്രമാണ്. ലക്ഷ്മണസ്വാമിയുടെ പൂർണ്ണകായ ചതുർബാഹു പ്രതിഷ്ഠയാണ് ഇവിടെ ചാലക്കുടിപ്പുഴയുടെ കിഴക്കേക്കരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആദിശേഷൻ്റെ അവതാരമായ ശ്രീ ലക്ഷ്മണസ്വാമി ഇവിടെ രാവണപുത്രനായ മേഘനാഥനെ വധിക്കുവാൻ പുറപ്പെടുന്ന ഭാവാദി സങ്കല്പങ്ങളോടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ചരിത്രപ്രസിദ്ധമായ നിയമവ്യവസ്ഥകൾ പ്രതിപാദിച്ചിരിക്കുന്ന മൂഴിക്കുളം കച്ചവും പുരാതന മലയാളത്തിലെ വേദപാഠശാലയായ മൂഴിക്കുളം ശാലയും ക്ഷേത്രത്തിനോടനുബന്ധിച്ചിട്ടുള്ളവയായിരുന്നു. മധ്യ കേരളത്തിലെ പ്രസിദ്ധങ്ങളായ 4 അമ്പലങ്ങളിൽ 3ാമത്തെ ക്ഷേത്രമാണ് ഇത്. ക്ഷേത്രത്തിൽ ദർശനത്തിന് ഒരു പ്രത്യേക ക്രമമുണ്ട്. കിഴക്കേ നടയിലൂടെ അകത്ത് കടന്ന് ലക്ഷ്മണസ്വാമിയെ വണങ്ങി ഗണപതി, ദക്ഷിണാമൂർത്തി, മറ്റ് ദേവതകൾ എന്നിവരെ തൊഴുത് വീണ്ടും ലക്ഷ്മണസ്വാമിയെ വണങ്ങണം. പ്രദക്ഷിണമായി വന്ന് ശാസ്താവിനെയും ഭഗവതിയെയും തൊഴണം. പിന്നീട് ഗോശാല കൃഷ്ണയെ വന്ദിക്കുക. എന്നിട്ട് കിഴക്കേ നടയിലെത്തി വീണ്ടും ലക്ഷ്മണസ്വാമിയെ വണങ്ങുക. പൂജാതി കർമ്മങ്ങൾക്ക് ജലം സംഭരിക്കുവാൻ ക്ഷേത്രത്തിനകത്ത് തന്നെ ഒരു കിണറുണ്ട്. മൂഴിക്കുളം ദേശം നിബിഡ വനമായിരുന്നു. ഹരിത മഹർഷി ഇവിടെ വളരെ കാലം തപസ് ചെയ്ത് ഈ പ്രദേശത്തെ അനുഗ്രഹീതമാക്കി. തപസ്സിൽ സംപ്രീതനായ മഹാവിഷ്ണു മഹർഷിക്ക് ദർശനം നൽകുകയും കലിയുഗത്തിൽ ആത്മശാന്തിക്ക് വേണ്ടി ജനങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ വേദസാര രൂപത്തിൽ ഉപദേശിച്ചരുളുകയും ചെയ്തു. മഹർഷിക്ക് ഉപദേശം ലഭിച്ചത് ഇവിടെ വച്ചായിരുന്നു. തിരുമൊഴിയുണ്ടായ കളം തിരുമൊഴിക്കളം കാലക്രമത്തിൽ തിരുമൂഴിക്കുളമായി മാറി. മൊഴിക്ക് വേദമെന്നും കളത്തിൽ സ്ഥലമെന്ന അർത്ഥവും കൽപ്പിക്കുമ്പോൾ ഈ പേരിന് കൂടുതൽ യുക്തി തോന്നും. ദ്വാപരയുഗാന്ത്യത്തോടെ ദ്വാരക സമുദ്രത്തിൽ ആണ്ടുപോവുകയും ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാധിച്ചിരുന്ന ശ്രീരാമ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരുടെ കൃഷ്ണശിലാ വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ഒഴുകി നടക്കുകയും ചെയ്തു. ഈ വിഗ്രഹങ്ങൾ തൃപ്രയാറിന് സമീപം മത്സ്യബന്ധനത്തിന് ഏർപ്പെട്ടിരുന്ന മുക്കുവർക്ക് ലഭിച്ചു. അവർ അത് അന്നത്തെ കരപ്രമാണിയായിരുന്ന വാക്കയൽ കരിമലിന് കാഴ്ചവെച്ചു. പിന്നീട് ഈ 4 വിഗ്രഹവും തൃപ്രയാർ, എഴിഞ്ഞാലക്കുട, മൂഴിക്കുളം, പായമ്മൽ അങ്ങനെ യഥാക്രമം പ്രതിഷ്ഠിക്കുകയും ചെയ്തു.